അനീഷിനെ ഷാനവാസ് അങ്ങ് കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. രാവിലെ തന്നെ അനീഷിനെ വെറുതെ വിടാൻ ഷാനവാസിന് ഉദ്ദേശമില്ല. ഷാനവാസും സാബുവാനും കൂടെ അനീഷ് എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം പുറകെ പോകുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ അനീഷിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അനീഷിനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അനീഷ് എങ്ങോട്ട് മാറിയാലും എസ്കോട്ടായിട്ട് ഇങ്ങനെ പുറകെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ അനീഷിനെ ഇട്ട് ട്രോളുന്നുണ്ട് ഷാനവാസ്. പക്ഷേ ഏറ്റവും വലിയ ട്രോളാൻ കിട്ടിയ ഒരു സാധനം അനീഷ് രാവിലെ ഇട്ട് കൊടുത്തിട്ടാണ് അതിൽ നടക്കുന്നതെന്നുള്ള കാര്യം ഷാനവാസിന് അറിയത്തില്ല. പക്ഷേ ആരുടെയും ഫീലിങ്സ് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ അതൊരു തമാശയായിട്ട് കാണാനും കഴിയില്ല. പക്ഷേ എന്തായാലും ഷാനവാസ് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് കാണാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. രാവിലെ തന്നെ അനുമോളുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് ഷാനവാസ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ സംസാരിക്കാൻ, നമുക്കെല്ലാവർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് തീർക്കാൻ 9 ദിവസങ്ങൾ കൂടെ അല്ലേ ഉള്ളൂ ഇനി ഈ വീട്ടിൽ. അപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്കങ്ങ് പറഞ്ഞ് പരിഹരിച്ചേക്കാം എന്നൊക്കെ ഷാനവാസ് പറഞ്ഞപ്പോൾ അനുമോൾ ഓൾറെഡി ഞെട്ടിപ്പോയിരുന്നു. അനീഷേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഷാനവാസ് അറിഞ്ഞ എന്ന് പെട്ടെന്ന് അനുമോൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ഷാനവാസ് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സർപ്രൈസായിട്ട് സീസണെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം അവിടെ പുറത്തിറങ്ങി കഴിയുമ്പോഴായിരിക്കും ഇവർ അറിയുന്നത്. കാരണം ആ രീതിയിൽ ഈ ഒരു വിഷയം അങ്ങ് ഒതുക്കി തീർക്കാനാണ് പട്ടാ ഗേൾസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചിലപ്പോൾ ലാലേട്ടൻ ഇത് ചോദിച്ചെന്നിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.